ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ദിവസം അതായത് മൈ ഹാപ്പിനെസ് പ്രോജക്റ്റിന്റെ 4th ഡേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് പേഴ്സണൽ ഹൈജീൻ. സ്ത്രീകൾ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ സ്ത്രീകളിലോട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും ഒരു ചേഞ്ചസ് ഒക്കെ തുടങ്ങേണ്ടത് സ്ത്രീകളിൽ നിന്നിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഏതൊരു ആൾക്കാരെ സംബന്ധിച്ചിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്നാണ് നമ്മുടെ ഒരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് വരുന്നത്. അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് മേക്ക് ഓവറിൽ തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, അല്ലെ, എനർജറ്റിക് ആയിരിക്കണം. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് വരുന്ന എല്ലാ 10 ദിവസങ്ങളിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എങ്ങനെയാണ് ഗ്രൂം ചെയ്തെടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ വീഡിയോസിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഹാബിറ്റിലോട്ട് കടന്ന് അത് കഴിഞ്ഞ് മൂവ്മെന്റ്സിലോട്ട് കടന്നിട്ട് ഡെയിലി റൊട്ടീനിലോട്ട് കടന്ന് അങ്ങനെയാണ് നമ്മുടെ ജേർണി പോകുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു ദിവസം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാര്യങ്ങൾ, അല്ലെ. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ന് എടുക്കുന്ന ഒരു തീരുമാനം, അതായത് ഇന്ന് മുതൽ വീക്കിൽ ഒരു ദിവസം നമ്മള് എന്താ പറയാ നമ്മുടെ ഒരു എല്ലാ ദിവസവും നമ്മൾ ഓരോ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീക്കിൽ ഒരു ദിവസം നമ്മൾ വെജിറ്റേറിയൻ ആയിട്ട് മാറുകയാണ്. നോൺ വെജ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി വെജിറ്റേറിയൻ ആൾ ഓൾറെഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ അല്ലെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇപ്പൊ വേൾഡ് ഓർഗനൈസേഷന്റെ ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്ക് പ്രകാരവും എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും നോൺ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഈ ഒരു PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയുന്ന അസുഖങ്ങൾ കാണുന്നത്. നമുക്കറിയാം എല്ലാ ഫുഡ് ഐറ്റംസും അഡൾട്ടറേറ്റഡ് ആണ്. ഇതിപ്പോ പാക്കറ്റ് ഫുഡ് ആയിട്ട് ഇനിയിപ്പം വെജിറ്റേറിയൻസിന്റെ ഫുഡ് ആയാലും എല്ലാത്തിലും ഉണ്ട്, അല്ലെ. ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വീക്കിൽ ഒരു ദിവസം നമ്മുടെ സ്ഥലത്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ടെറസിലോ മറ്റോ നമുക്കൊരു കൃഷി ചെറിയ രീതിയിൽ തട്ടിക്കൂട്ടുന്ന ചീരയൊക്കെ പെട്ടെന്ന് ഗ്രോ ചെയ്യല്ലോ, അങ്ങനത്തെ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാര്യങ്ങൾ കേട്ടോ. അതായത് ലെഗ്യൂംസ്, അത് ഇലക്കറികൾ ഇത്തരമൊക്കെ വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ വീട്ടിലെ ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിക്കുക കേട്ടോ. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു മൺഡേ ആയിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസത്തിന്റെ തുടക്കം എന്നൊക്കെ നമ്മൾ മലയാളികൾ വിശ്വസിക്കുന്ന ദിവസമല്ല മൺഡേ. അപ്പം അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും, അതും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, പാക്കറ്റ് ഫുഡൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കും. ഇനിയിപ്പം നമ്മൾ വെജിറ്റേറിയൻസ് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ആൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ പറഞ്ഞു ഞാൻ വെജിറ്റേറിയൻസ് മാത്രമേ കഴിക്കാറുള്ളൂ, പക്ഷെ അവർ അതിൽ മാഗി ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്, കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. ഇതൊക്കെ ചേർത്തിട്ട് ടേസ്റ്റി ആക്കിയിട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല. നമ്മൾ എന്താണോ അത് അധികം സ്പൈസസും മസാലകളൊന്നും ചേർക്കാതെ റോ ആയിട്ട് ഇപ്പം നമുക്ക് പുഴുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം, അല്ലെ. പിന്നെ തോരൻ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം, വേവിച്ച കടല, പയറ്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാലോ. അല്ലാതെ നിങ്ങൾ അത് ടേസ്റ്റി ആക്കിയിട്ട് ആൾക്കാർ കഴിക്കാൻ വേണ്ടി കൂടുതൽ മസാലയും ഓയിലും ഒക്കെ ചേർത്തിട്ട് പിന്നെ അങ്ങനെ അഡൾട്രേഷൻ നമ്മൾ കൊണ്ടുവരരുത് കേട്ടോ. ആ ഒരു രീതിയിൽ വീക്കിൽ ഒരു ദിവസം നമ്മൾ ഇനി മുതൽ മാറ്റാൻ തുടങ്ങണം. അന്നത്തെ ദിവസത്തെ നമ്മുടെ പ്ലേറ്റിൽ ഉച്ചക്കത്തെ നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് ഇങ്ങനെയായിരിക്കണം. നമ്മള് ഒരു നല്ലൊരു പവർ പാക്ക് ബാലൻസ്ഡ് മീൽ ആയിരിക്കണം ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. ഓയിൽ കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ചോറ്, ഏതെങ്കിലും ഒരു ഗ്രെയിൻ ഐറ്റംസ്, പയറുവർഗ്ഗങ്ങൾ ഏതെങ്കിലും, തൈര്, ഉപ്പേരി പോലത്തെ സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് പിക്കിൾ, ആ ഒരു തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ വീട്ടില്. നമുക്ക് ഞാനിപ്പം ഇന്ന് ഇന്നല്ല, ഈ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉലുവ, ജീരകം, കടുക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് എള്ളെണ്ണയും പിന്നെ എന്താണോ നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പുളിയുള്ള ഐറ്റം, ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാങ്ങയാണ്, നെല്ലിക്ക എടുക്കാം, ഗാർലിക് എടുക്കാം, എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് അതിലൊന്നിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് താളിപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ അവിടെ ടേബിളിൽ അവിടെ വെക്കും. അതിന്റെ കൂടെ ജസ്റ്റ് തൈര് മാത്രം ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം എങ്കിലും അതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടെങ്കിൽ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്തരം സ്പൈസസിന്റെ ഗുണങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ടേക്ക് റോ ആയിട്ട് എത്തുമ്പോൾ നല്ലതാണ്. പിന്നെ എല്ലാരും ചോദിക്കും അച്ചാറ് ഭയങ്കര ഡേഞ്ചർ അല്ലേ, അച്ചാർ കഴിക്കാൻ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അച്ചാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അളവിൽ അച്ചാറല്ല, ആ ഒരു എന്താ പറയാ പാക്കറ്റ് പൊടി ചേർത്തിട്ടല്ല, അച്ചാർ പൗഡറിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോം മെയ്ഡ് പിക്കിൾ പൗഡറിന്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു
അങ്ങനെ ഒരു നമ്മുടെ വീട്ടില് ഹോം മെയ്ഡ് ആയിട്ട് മസാലകളൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. എത്ര തിരക്കാണെങ്കിലും ഹോം മെയ്ഡ് ആയിട്ട് തന്നെ പാക്കറ്റ് പൊടികൾ വാങ്ങിക്കാതെ, അതാണ് ഏറ്റവും ഫസ്റ്റ് വരുത്തേണ്ട ഒരു മാറ്റം കേട്ടോ. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് മസാല പാക്കറ്റ് പൊടികൾ മാറ്റിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തരത്തിലുള്ള പൊടികളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് അഡൾട്ടറേറ്റ് ആയിട്ട് വരുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമ്മളെ ശരീരം നശിപ്പിക്കുന്ന ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കും മുളക് പൊടിയല്ലേ, മല്ലിപ്പൊടി, ഇതിൽ എന്ത് പൊടിയാണെന്ന് നമുക്കറിയില്ല. ഈവൻ നമുക്ക് കിട്ടുന്ന അരിപ്പൊടിയിൽ പോലും. കാരണം ആ ഒരു പാക്കറ്റില് ആ ഒരു വിലക്ക് നമുക്ക് തരണമെങ്കിൽ അവരെന്തെങ്കിലും ചേർത്തേ മതിയാവും ട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ നല്ലത് വാങ്ങിച്ചിട്ട് തരിക. കാരണം അവരുടെ മാമന്റെ മക്കളൊന്നും അല്ലല്ലോ നമ്മള്. ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും കൊടുക്കുന്നത് അത്രയും ഫ്രഷ് ആയിരിക്കും. ഇത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യത്തിലോട് തുടങ്ങാം ട്ടോ. കാരണം ഇത് എനിക്ക് ഒരു പോയിന്റ് ഞാൻ ഏറ്റവും കുറെ നാളായിട്ട് പറയണമെന്ന് വെച്ച പോയിന്റാണ്. ഇനി നമുക്ക് നമ്മുടെ കം ടു ദ പോയിന്റ്. ഇപ്പൊ പേഴ്സണൽ ഹൈജീന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും നല്ല വൃത്തിയുള്ള ആൾക്കാരൊക്കെ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ ഇവിടെ അറിയാനുള്ളത് ല്ലേ? ആയിരിക്കാം. പക്ഷെങ്കില് നമ്മൾ എന്നാലും ഒന്നുകൂടെ ഒരാൾ പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒന്ന് കറക്ഷൻസ് ചെയ്യാം. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് എവിടത്തേക്കെങ്കിലും പോകുമ്പോഴുള്ള നമ്മളും, നമ്മൾ സ്വയം വീട്ടിലുള്ള ആൾക്കാരും, അല്ലെ ഒരാള് വരുമ്പോ ഓടി പിടിച്ചിട്ടൊന്നും ഗ്രൂം ചെയ്യുന്നത് അതൊന്നുമല്ല. നമ്മൾ എല്ലാ സമയവും പ്രസന്റബിൾ ആയിരിക്കണം. നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോ തോന്നണം, ഓ അടിപൊളിയാണ് എന്നുള്ളൊരു ഫീൽ ഗുഡ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം എഴുന്നേറ്റ ഉടനെ തന്നെ നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അല്ലെ, നമ്മൾ ഞാനൊരു ഡെയിലി റൊട്ടീനിൽ തന്നെ അങ്ങ് തുടങ്ങാം. ബ്രഷ് ചെയ്യല്ലോ, സോറി, ബ്രഷ് ചെയ്യല്ലോ. അപ്പൊ ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അറിയാലോ അല്ലെ, ഈ ഒരു രീതിക്ക് വേണം ബ്രഷ് ചെയ്തിട്ട് ഉള്ളിൽ അവിടെയും ഇവിടെയും ഒക്കെ. നമ്മളിപ്പോ ഒരാള് നമ്മളടുത്ത് വന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മളടുത്ത് വന്നു കഴിഞ്ഞാല് കാണാനൊക്കെ അടിപൊളി ലുക്കായിരിക്കും. എന്താ ഡ്രസ്സിങ്, എന്താ സ്റ്റൈല്. അരിയത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് വായി നാറ്റം. ഒരു പരസ്യത്തിലൊക്കെ കണ്ടില്ലേ, ചീരക്കറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതുപോലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യാം. ബ്രഷ് ഒക്കെ ചെയ്ത് വായി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ചൊരു നുള്ള് ഉപ്പിട്ടിട്ട് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത്, കുറച്ചാന്നേ ഇടാവൂ, കുറച്ചിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കളയാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഗാർഗിൾ ചെയ്യുന്ന അറിയാലോ അല്ലെ, കോൾഗേറ്റിൻ്റെതും അതേപോലത്തെ ലെസ്ട്രീൻ പോലത്തെ മൗത്ത് വാഷ് ഉണ്ടാവും. അത് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഗ്രാമ്പൂവും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വെള്ളം പോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കളഞ്ഞാൽ മതി. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാം വായി. മൗത്ത് വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ഓയിൽ പുള്ളിങ് ഉണ്ട്. ഓയിൽ പുള്ളിങ് കേട്ടിട്ടുണ്ട്. അത് ഫേസ് തന്നെ ഒരു എക്സസൈസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ എൻ്റെ ബാഡ് ബ്രീത്ത് വരുന്നതിനൊക്കെ നല്ലതാണ്. ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിലെടുത്തിട്ട് നമ്മൾ ഒന്ന് ചെയ്യാം. ഇതൊരു മസാജും കൂടെയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഫേഷ്യൽ മസിൽസ് ഉണ്ട്. ഇതിനൊക്കെ മൂവ്മെന്റ്സ് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറെ ബാക്ടീരിയാസ് ഉണ്ട്. ബാഡ് ബാക്ടീരിയാസ് ഒക്കെ പോവും. നല്ലതിനൊക്കെ നല്ലൊരു നറിഷ്മെന്റ് കിട്ടും. സ്കിന്നില് എന്താ പറയാ, ഉള്ള ഉമിനീരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമല്ലോ. ഇതിനൊക്കെ ഒരു ബാലൻസ് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്തരത്തിൽ നിങ്ങളത് ഒരു റൊട്ടീനിലൊന്ന് വെറുതെ ഇൻക്ലൂഡ് ചെയ്ത് നോക്ക്. ഓക്കെ. ഓയിൽ പുള്ളിങ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണയായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തില്ല, ഞാൻ അന്ന് വീട്ടിലുണ്ടാക്കി എന്ന് പറഞ്ഞത് ഒരു തേങ്ങ, അതായത് 2 തേങ്ങ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അത്ര മതി നമുക്ക്. 2 തേങ്ങക്കൊന്നും വലിയ നാട്ടിലുള്ള ആൾക്ക് പ്രത്യേകിച്ച് ക്ഷാമമില്ല. അത് ജസ്റ്റ് പാലെടുത്തിട്ട് അതിങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ ഓയിലായി. നമുക്ക് കുറച്ച് വയറ്റിന്റെ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ല. ഇങ്ങനെ നമ്മൾ നമ്മുടേതായ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെൽത്തും ശരീരവും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഇതൊക്കെ എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കേട്ടോ. എല്ലാ ദിവസവും വെളിച്ചെണ്ണ ആട്ടാനൊന്നും പോണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം മെനക്കെട്ടാ മതിയല്ലോ ഇതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പഠിക്കുന്നത്. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ ദിവസമാണ് പെഡിക്യൂർ ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസമാണ് ഫേഷ്യൽ ചെയ്യേണ്ടത്. മീൻസ് വീട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ട് പുറത്തൊന്നും പോണ്ട. നമ്മുടെ ഹെയർ എപ്പോഴാണ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഓയിൽ ബാത്ത് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ പറയും കേട്ടോ. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം അതൊക്കെ കറക്റ്റ് ആയിട്ട് പറയും. അങ്ങനെ അത് ചെയ്യാം. പിന്നെ നമ്മുടെ മുഖത്തിന്റെ വായിൻ്റെത് കഴിഞ്ഞു. ഫേസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഉപയോഗിക്കണം.
പ്രത്യേകിച്ചിട്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ക്ലൈമറ്റ് മോശമാണ്. ഓസോൺ പാളികളൊക്കെ നഷ്ടപ്പെട്ടതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പുറത്ത് പോകുമ്പോൾ പറ്റുന്ന ആൾക്കാർ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യും. ഇനി അതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി വന്ന ഉടനെ തന്നെ നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, തേങ്ങാപ്പാൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അല്ലെങ്കിൽ പൊട്ടറ്റോ ടാൻ ഒക്കെ പോകാൻ നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മിനിമം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെപ്റ്റബിലിറ്റി ആറ്റം മോയ്സ്ചറൈസർ രാവിലെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂസ് ചെയ്താൽ മതി. സ്കിന്നിനായിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്ന ക്രീം യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? ഓവറായിട്ടുള്ള ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ ഈ ഫിംഗേഴ്സ് ആണ് ഏറ്റവും മാജിക് ആയിട്ടുള്ള ഹീലേഴ്സ്. മനസ്സിലായോ? ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ക്രീം ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ തൊട്ട് കൊടുക്കുക. ഇവിടെയൊക്കെ പ്രഷർ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ തൊട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സർക്കുലർ മോഷനിൽ സോഫ്റ്റ് ഫെദർ ടച്ച് കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ബ്ലഡ് സെൽസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ആവാൻ തുടങ്ങും. ഇവിടെയൊക്കെ ഇല്ലല്ലേ ചെറിയ 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 ഇതൊക്കെ ഹാപ്പി ആവാൻ തുടങ്ങും. ഇതൊക്കെ ഭയങ്കര നോറിഷ്മെന്റ് കിട്ടും. ഇത് ഡെയിലി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതാ ഇങ്ങനെ തട്ടി കൊടുക്കുക വെറുതെ കണ്ണിന്റെ അടുത്ത് ഈ വിരൽ മാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ. കണ്ണിന്റെ അടുത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. മസാജ് ചെയ്യുമ്പോഴൊക്കെ ഈ വിരൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും, ഇങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് 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 ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഈ ഏരിയയിൽ എപ്പോഴും നമ്മുടെ സ്കിന്ന് കുറച്ച് റഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ടൈറ്റ് ആക്കാം. മേലോട്ട് നോക്കിയിട്ട് ഞാൻ ഫേഷ്യൽ എക്സസൈസ് അടുത്ത ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമായിട്ട് ഒരു സെഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഒരു ഇത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അടുത്ത ദിവസം. അത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും നമ്മൾ സെലിബ്രിറ്റീസിനെ പോലെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സും എടുത്ത് കാണിക്കാൻ തുടങ്ങും. ഇപ്പം ഏജ് ഉള്ള ആൾക്കാരാണെങ്കിലും ഏജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ സ്കിന്നിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്ലോ പുറത്ത് വരാൻ തുടങ്ങും. അത് നെക്സ്റ്റ് ഡേ ഞാൻ പറയുന്നുണ്ട് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് കേട്ടോ. അത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങും എന്താണ് ഉപയോഗിക്കുന്നത്. അതൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ സീക്രട്ട് ആയിരിക്കണം. അപ്പം അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെയറിലോട്ടൊന്ന് വന്നേ. ഹെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് കുളിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും എണ്ണ തേച്ച് കുളിക്കുവാണ്. നിങ്ങൾ അറിയാലോ എണ്ണ ഇങ്ങനെ കുറേ ദിവസം കിടന്നു കഴിഞ്ഞ് ശരിക്കും പ്രോപ്പർ ആയിട്ട് ഉണക്കിയിട്ടില്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബാഡ് സ്മെല്ല് വന്ന് അത് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഡെയിലി നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സെൽസ് ഇങ്ങനെ റിലീസ് ആവുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിങ്ങനെ പോകുമ്പം ഇതും ഓയിലും ഒക്കെ കൂടി കിടന്ന ഒരു അവിയല് പരുവത്തിലായി അത് കെട്ട് മണത്തിട്ടാണ് ഈ താരനൊക്കെ വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. മനസ്സിലായോ? എല്ലാവർക്കും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വീക്കിൽ ഒരു ദിവസം ഷാമ്പു ചെയ്യുക. അത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് എടുത്താൽ മതി. ഏത് ഷാമ്പു ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുതേ. എന്നിട്ട് അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാം. അത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യൽ തന്നെയാണ്. നമ്മൾ ശരീരം ക്ലീൻ ചെയ്യുന്ന പോലെ തലയും ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം ടവൽ ഇങ്ങനെ രാവിലെ കെട്ടിയിട്ട് രാത്രി വരെ കെട്ടി വെക്കരുത് ഒരിക്കലും കേട്ടോ. രാവിലെ കെട്ടിയിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് ഒരുപാട് ഇട്ട് ഇങ്ങനെ തിരുമണ്ട. അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം കലാസ് അത് നമ്മൾ തുറന്ന് വെച്ച് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈ വെച്ചിട്ട് ചീർപ്പൊന്നും യൂസ് ചെയ്യണം. കൈ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെ ഇങ്ങ് വിട്ട് വെച്ചേക്കും കേട്ടോ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ആ ഹെയർ നിങ്ങൾ ശ്രദ്ധിക്കണം. വീക്കിൽ 2 ദിവസം ചെറിയൊരു പാത്രത്തിൽ ഓയിൽ എടുത്തിട്ട് ഡബിൾ ബോയിലിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് മൈൽഡ് ആയിട്ട് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഫിംഗർ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ സ്കിൻ കെയറിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഇതാണ് കേട്ടോ. ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ നമ്മുടെ ഈ ഗ്രോത്ത് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലായിട്ട് ഇത് ഇങ്ങനെ സർക്കുലേഷൻ ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾ പൈസ വെച്ചിട്ട് ആരെങ്കിലും വെച്ചിട്ട് മസാജ് ചെയ്യിപ്പിച്ചു. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പാർലറിലൊക്കെ പോകാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായോ? അവരെ കൊണ്ട് ഷാമ്പു ചെയ്യിപ്പിച്ചാൽ മതി മാസത്തിൽ ഒരു ദിവസമെങ്കിലും. എല്ലാ ദിവസവും ഇല്ലല്ലോ. നമുക്ക് എവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ കിട്ടുമല്ലോ. ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ നമ്മൾ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടാവല്ലോ. ഇത് വെച്ചിട്ട് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എന്താണെന്നറിയോ? അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടുന്ന് ഷാമ്പു ചെയ്യുമ്പോൾ പ്രോപ്പർ ആയ രീതിയിൽ നമ്മളത് കെയർ ചെയ്തിട്ട് അത് ചെയ്യും. നമുക്ക് അറിയില്ലല്ലോ ശരിക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അവർ ആ മെസ്സേജ് ഇങ്ങനെ കിടന്നു കൊടുത്താൽ മതി. എന്താ സുഖം. അവിടുന്ന് അവർ മുടിയൊക്കെ ഉണക്കി തരും. ഒരാൾ തലയൊക്കെ വൃത്തിയാക്കി തരുമ്പോൾ നല്ല സുഖമായിരിക്കില്ല. നല്ലോണം തടവി വൃത്തിയാക്കി ക്ലീൻ ആക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ വാവ് ഫീൽ ആയിരിക്കും നമുക്ക്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് ചെയ്താൽ മതി. അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പഠിച്ചല്ലോ. അപ്പൊ അത് കഴിഞ്ഞ്
പിന്നെ കമ്മിങ് ബാക്ക് ടു കുളിയുടെ കാര്യത്തിൽ 2 നേരം കുളിക്കാൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഓടിച്ചാടി നടന്ന് വിയർക്കുമല്ലോ. രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതായത് നമ്മുടെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ ഇങ്ങനെ റിമൂവ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ അവിടെ നിന്ന് അതിൽ വിയർപ്പ് പറ്റി നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റിയാണ് പോയി പോകുന്നത്. മനസ്സിലായോ? നമ്മളെ ശരീരം ശരിക്കും നമ്മള് പ്യുവർ ആയിട്ട് ഒരു എന്താ പറയാ ഒരു അമ്പലം പോലെ കൊണ്ട് നടക്കുവാണെന്നുണ്ടെങ്കില് അവിടുന്ന് ഒരു ലൈറ്റ് സ്പ്രെഡ് ആവും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്ക്. നമ്മളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നല്ല വൃത്തിയും വെടിപ്പുള്ള കുട്ടി എന്ന് പറയും. മനസ്സിലായോ? അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേങ്കില് നമ്മള് രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ട്. നമുക്ക് ഹാപ്പിനെസ് അല്ലേ വേണ്ടത്. ഹാപ്പിനെസിന്റെ താക്കോലിലേക്കുള്ള ഇട്ട് തുറക്കാനുള്ള താക്കോൽ എടുക്കണം. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ കുളിച്ച് ഇനിയിപ്പോ തല നനച്ചാൽ എനിക്ക് നീരിറങ്ങുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ടാവും തണുപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടായി തണുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് അത് മാറ്റും ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഡ്രസ്സൊക്കെ മാറ്റുക രാത്രി ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സാണ് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡ്രസ്സ് ഫസ്റ്റ് ചേഞ്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുക എന്നിട്ട് നമ്മളെ കണ്ടിട്ട് കണ്ണാടിന്റെ അടുത്ത് ഞാൻ അടിപൊളിയാണ് നമ്മളൊന്ന് എഫേം ചെയ്ത് നമ്മൾ സന്തോഷവതിയാണെന്നൊക്കെ എഫേം ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോവാണ് കേട്ടോ. കുളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും കുളിക്കുന്നില്ല ഇങ്ങനെ ആക്കിയാൽ പോരാ അതിനൊരു മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്ബർ വാങ്ങിച്ചിട്ട് ഒരക്കണം കാരണം ഈ ഡെഡ് സെൽസ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ബ്ലഡ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് വലിയ സോപ്പൊന്നും കുറയൊന്നും വേണ്ട എല്ലാ ദിവസവും കുളിക്കുമല്ലേ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ചാൽ മതി ഈ ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അത് തേക്ക് അതിൽ പിന്നെ പ്രത്യേകിച്ച് സ്ക്രബ്ബർ വേണ്ട അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് ചെറുപയർ പൊടിയിട്ടിട്ട് നിങ്ങൾ കുളിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആവും പിന്നെ ഈ ഓയിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഓയിൽ ബാലൻസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഉള്ളിലുള്ള ഈ നിങ്ങൾക്കറിയോ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കുറേ ഉണ്ട് നമുക്ക് വരുന്ന കുറേ അസുഖങ്ങൾ അതായത് സ്കിൻ ഡിസീസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് വരും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയാ നമുക്ക് തന്നെ തോന്നും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കുളിക്കുമ്പോൾ ഒരു അല്ലെ റംലത്തെ പരീക്ഷിച്ചിട്ടില്ലേ ഈ കാര്യം നല്ല ചിരിയാണല്ലോ ചോദിക്കട്ടെ ഇതൊക്കെ എപ്പോഴോ എന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ അൺമ്യൂട്ട് ആവുന്നില്ലേ യെസ് ചെയ്യുന്നതാണോ ക്ലാസ് കേട്ടല്ലേ എനക്കത് ശീലാണ് എനിക്ക് 2 നേരം കുളിക്കണം ചെറുപ്പകാലം മുതൽ ഇപ്പോട്ട് എണ്ണ തേക്കാറുണ്ടോ ഇപ്പൊ ഇല്ല ഞാൻ ഇപ്പം മഴക്കാലം വരുമ്പോ ഏതാ ഞാനിപ്പോ പറയും ഇപ്പൊ നല്ല ചൂടാ ഇപ്പം പോയിട്ട് കുളിച്ചിട്ട് പണി കിട്ടിയതൊന്നും പറയണ്ട ചൂടെടുക്കുന്നോന്ന് പറയണ്ട കേട്ടോ മഴക്കാലത്ത് നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ക്ലൈമറ്റ് വരുന്ന സമയത്ത് നമ്മൾ പണ്ട് പ്രസവിച്ചാലൊക്കെ ഒരു ചികിത്സ ചെയ്യൂലേ സുഖചികിത്സ എന്ന് പറയുന്ന പരിപാടിയില്ലേ അത് നിങ്ങൾ ചെയ്യണം അതിന് വലിയ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യണ്ടാവും കുറച്ച് വെളിച്ചെണ്ണ ഉലുവ മഞ്ഞൾ കുത്തിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് സ്റ്റൗ ഓഫ് ചെയ്യാം ആ എണ്ണ നിങ്ങൾ ഇത് ആരടുത്തും പറയണ്ട ഞാൻ എണ്ണ തേച്ച് കുളിക്കുകയാണ് മഞ്ഞളിട്ട് നീരാടുകയാണെന്നും പറയണ്ട അതൊക്കെ തേച്ചിട്ട് പയറുപൊടി പൊടിച്ചിട്ട് മിക്സിയിൽ നിന്ന് ഒരു ബോട്ടിലാക്കി ബാത്റൂമിൽ അവിടെ വെച്ചാൽ മതി നല്ലൊരു ബെസ്റ്റ് സ്ക്രബ്ബറാണ് കുറച്ചുകൂടെ എഫക്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ചെറുപയർ പൊടി കുറച്ചധികം കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലാക്കുക അതിൽ കുറച്ച് തൈര് ഇതും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കൂടുതലുള്ളതാണ് തൈരില് നമ്മുടെ ഉള്ളിൽ നല്ല നമ്മുടെ സ്കിന്നിൽ കുറേ നല്ല ബാക്ടീരിയാസ് ഇതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ചേർക്കുക കുറച്ച് കോഫി പൗഡർ ചേർക്കുക മിക്സ് ചെയ്യുക വെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ആക്കണം കേട്ടോ ചെറുപയർ പൊടി അങ്ങനെ ഉരക്കുമ്പോൾ പെയിൻ ആവും സോഫ്റ്റ് ആയതിനു ശേഷം ഉരക്കുമ്പോൾ പതയും വരും ഇതിങ്ങനെ തേച്ച് 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 അത് കളഞ്ഞാളയാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഏറ്റവും ഇതിനും വലിയ മെഡിസിൻ ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് വീഡിയോ ആയിട്ട് ഇറക്കാം കേട്ടോ ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും കമ്മിങ് ബാക്ക് ടു നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ മൈക്രോ ഫൈബർ ടവൽ ഉണ്ടായിരിക്കണം കാരണം എന്താണെന്ന് പറയാം നമ്മുടെ ചെവിയുടെ ബാക്കിൽ നമ്മുടെ മൂക്കിന്റെ സൈഡിൽ ഇപ്പൊ മൂക്കൂത്തി ഈ കാതൊക്കെ കുത്തിയാൽ അതിന്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഹോളില്ലേ അതിലൊക്കെ പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും ചെവിയുടെ ഉള്ളിലൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് തുടച്ചെടുത്ത് വൃത്തിയാക്കുക കഴുത്തിന്റെ ബാക്കിൽ നമ്മുടെ കഷത്തിൽ നമ്മുടെ വയറിന്റെ പുക്കിളിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അവിടെ ശരിക്കും ഉള്ളിൽ വെള്ളം നിന്ന് നിന്ന് ബാഡ് സ്മെല്ല് വരുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന പല അസുഖങ്ങൾക്കും കാരണമാണ് മനസ്സിലായോ അതിന്റെ ഉള്ളിലൊക്കെ ടവല് വെച്ചിട്ട് തുടച്ചെടുക്കുക അങ്ങനെ നമ്മൾ ശരിക്കും പ്രോപ്പറായ രീതിയിൽ വിരലുകളുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ വെറുതെ കഴുകിയിട്ട് തുടക്കുമല്ലേ ചെയ്ത് ചിലപ്പോഴൊക്കെ
ഇതിന്റെ ഉള്ളില് ഇതൊക്കെ അണുക്കൾ നിന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു റിമൈൻഡർ ആയിട്ട് കേട്ടാൽ മതി കേട്ടോ. ബുദ്ധിമുട്ടാവണ്ട കേട്ട്. ഞാനൊക്കെ ചെയ്യുന്ന എന്നെ എന്താ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും പറഞ്ഞേക്കല്ലേ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മള്. അപ്പം ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ആയിട്ട് ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഹെൽത്തി ആണ് എന്നുള്ളത്. നമ്മളെ ശ്രദ്ധിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ നമുക്ക് നമ്മൾ തന്നെ കാണുമ്പോൾ ഇന്നലത്തെ ഞാനിന്ന് ഇന്ന് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, എന്റെ ഒരു പുതിയ വേർഷനായി ഞാൻ മാറുവാണല്ലോ. ഓരോ ദിവസവും ചെയ്യേണ്ടത് ഓരോ ദിവസം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇത് ഇന്ന് ചെയ്യേണ്ട ആകെ ഒരു വൃത്തിക്ക് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുളിയാണ് പറയുന്നത്. അത് ഏത് ദിവസം ചെയ്യാൻ പറ്റും നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. എന്നിട്ട് ഒരു ദിവസം സമയം കൊടുക്കുക, വീക്കിൽ ഒരു ദിവസം. ഡീറ്റെയിൽഡ് ആയിട്ട് കുളി എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ല. ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കും, 1-2 ദിവസം. ഓക്കെ, അത് നമുക്ക് ടു ഡു ലിസ്റ്റിൽ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടർ ആം ഏരിയ ഏറ്റവും കൂടുതൽ എന്താ പറയാ, വേർപ്പ് നാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഡാർക്ക് കളർ ഉണ്ടാവുന്നുണ്ടാവില്ല നമ്മുടെ അണ്ടർ ആംസിലൊക്കെ. അപ്പം നമ്മൾ ഈ ഹെയർ ട്രിം ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അവിടെ നല്ല അണുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ട്രിം ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് നല്ലത്. കാരണം അത് ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലുള്ള ഹെയർ ഒക്കെ ട്രിം ചെയ്ത് സൂക്ഷിക്കുക. പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അണ്ടർ ആം ഏരിയ ആണെങ്കിൽ ഡിയോ യൂസ് ചെയ്യുക. ആ റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കളർ, അതായത് പാരബൺ കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഡോവിന്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഹൈലി ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് പറയാണ്, ഹൈലി റെക്കമെൻഡ് ചെയ്യാം. ഡാർക്ക്നെസ് കുറഞ്ഞു കിട്ടാൻ കുളിച്ച ഉടനെ ചെയ്യണം കേട്ടോ. കഴിഞ്ഞിട്ട് മാറാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ അണ്ടർ ആംസിന്റെ മാത്രമല്ല, നമ്മുടെ ഇന്റിമേറ്റ് ഭാഗങ്ങൾ ഹെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇടുന്ന പാൻറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം യൂറിനേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഡ്രൈ ആക്കി തന്നെ വെക്കുക. കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാലോ, വെള്ളം ശരിക്കായി ക്ലോസ് ആയിട്ടല്ലേ ഉള്ളു, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നിൽക്കാതെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും വെള്ളമൊക്കെ കൂടിയിട്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യുക. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് പുറത്ത് വെയിൽ കൊള്ളിച്ച് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോ വെയിൽ കൊള്ളിക്കാൻ ഒരു ചാൻസും ഇല്ലാന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് ഇട്ടിട്ട് ഡ്രൈ ആക്കുക. കാരണം ഈ അണുക്കൾ നശിക്കണം, ഇത്രയും ഹീറ്റ് വേണം. മനസ്സിലായോ? അങ്ങനെ ഡ്രൈ ആക്കി വെക്കുക ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം നമ്മുടെ പാൻറ്റീസ് ആയാലും നമ്മൾ എപ്പോഴും ഒരു 6 months യൂസ് ചെയ്തത് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എപ്പോഴും ഒരു 6 അല്ലെങ്കിൽ മിനിമം ജോഡീസ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ശരിക്കും പ്രോപ്പറായിട്ട് ഉണക്കി സൂക്ഷിക്കുക. അതേപോലെ ചേഞ്ച് ചെയ്യുക. കാരണം ഇതിന്റെ എലാസ്റ്റിക്കിന്റെ ഇടയിലൊക്കെ സോപ്പ് നിന്നിട്ടും നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. ഇപ്പോഴുള്ള സ്ത്രീകൾ കുറെ ആൾക്കാർ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു 40s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കില്ല, ഹോർമോൺ സിസ്റ്റം ആയിരിക്കില്ല നമ്മുടെ ബോഡിയിൽ. പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ മാറ്റായിരിക്കും മെനോപോസിലോട്ടൊക്കെ കടന്ന ആൾക്കാർക്ക്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർക്ക് ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നമ്മൾ കൂടുതലായിട്ട് ഒരു തരത്തിലുള്ള ക്രീമുകൾ, സ്പ്രേകൾ ഇതിന്റെ ബാക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കി വെക്കുക. ഒരിക്കലും ഹാഷ് ആയിട്ടുള്ള ഒരു സോപ്പുകളോ കാര്യങ്ങളോ ഒന്നും വേണം. നോർമൽ വാട്ടർ തന്നെ പ്രോപ്പറായ രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, കാലുകളുടെ ഭംഗി നോക്കിയാൽ അറിയാം ആൾക്ക് എത്ര വൃത്തിയുണ്ട് എന്ന് പറയും അല്ലെ. അപ്പം ആദ്യമൊക്കെ നല്ല എനർജി ആയിരിക്കും, അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പം അതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം, വീക്കിൽ ഒരു ദിവസം കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒരു ബേസിനിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ്, ലെമൺ ജ്യൂസ്, മഞ്ഞള്, ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഇതിട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതിൽ കുറച്ച് നേരം കാല് മുക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ബ്രഷ്, നമ്മുടെ പഴയ ബ്രഷാണ്, ടൂത്ത് ബ്രഷാണ്, അത് മതി. അത് വെച്ചിട്ട് നമ്മൾ എല്ലാ ഏരിയയും നമ്മുടെ നഖം മുതൽ കാലിന്റെ ബാക്ക് സൈഡ് എല്ലാ ഏരിയയും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പതപ്പിച്ച്, ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ പതപ്പിക്കുക. അതിൽ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ ഇടാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലീൻ ആവും. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മിക്സ് സ്റ്റോൺ അറിയാലോ, നമ്മുടെ വരക്കുന്ന കല്ലില്ലേ, അത് വെച്ചിട്ട് ബാക്ക് സൈഡിലുള്ള എല്ലാ ഡെഡ് സെൽസും റിമൂവ് ആക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത്
തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെയും കഴുകിയെടുത്ത് ആ വെള്ളവും സോപ്പും ഒക്കെ കളഞ്ഞതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇടുന്ന ആൾക്കാരാണ് അത് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ മൈലാഞ്ചിയാണ് ഇടുന്നെങ്കിൽ അത് ഇടാം. എന്താണോ നമ്മൾ നമ്മുടെ കാലുകൾ ശരിയാക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത ആരെങ്കിലും. ഇത് നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലായോ? നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഭക്ഷണത്തിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വൃത്തി എന്ന് പറയുന്നത്. ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ബാക്ക് ടു കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും, എന്നാലും വാഷ് ചെയ്തിട്ട് അവിടെ വൃത്തിയുള്ള വൈറ്റ് ടവല് വേണം വെക്കാൻ പറ്റും കൈ തുടക്കാൻ വേണ്ടി. കറയായ കാണൂലല്ലോ എന്ന് വെച്ചിട്ട് കറുപ്പൊന്നും വെച്ചേക്കരുത്. കറയായ കാണണല്ലോ, മനസ്സിലായോ? കണ്ടാലല്ലേ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ പല വീട്ടിലും ഞാൻ എന്റെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സാധനമൊക്കെ മാറ്റൊക്കെ വാങ്ങുമ്പോൾ കറുപ്പ് വാങ്ങും. കറയായ മനസ്സിലാവില്ലല്ലോ, ചളിയായ ഞാൻ മനസ്സിലാവണല്ലോ നമുക്ക്, അല്ലേ? മനസ്സിലായാലേ നമുക്കത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അത്തരം നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തുകളായിരിക്കും. ഓക്കെ, നമ്മുടെ കിച്ചണിൽ പ്രത്യേകിച്ചിട്ട് കിച്ചൺ ഏരിയ, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാപ്കിൻസ്, ഇതൊക്കെ വൈറ്റ് തന്നെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ സോറി നമ്മുടെ ഇതുണ്ടല്ലോ, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ്, അത് ബ്ലാക്ക് കളർ ഡാർക്ക് കളർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ പൂപ്പൽ വന്നാലും അത് ഡേർട്ടി ആയാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ പാൻറ്റീസിന്റെ ഏരിയാസിലൊക്കെ യെല്ലോ കളർ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നോർമൽ ആണ്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ബോഡീന്റെ ആ ഒരു സർക്കിൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നതിന്റെ സിംറ്റം ആണ് ആ സൈഡിലെ ഡിസ്ചാർജ് വരുന്നത്. അത് വെച്ച് അത് നല്ലൊരു അതിൽ കുറച്ച് ആസിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ആ കളർ കുറച്ചുകൂടെ കളർ സ്റ്റെയിൻസ് ഒക്കെ വന്ന് കളർ ചേഞ്ച് ആയ പോലെ. അതൊന്നും നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അത് കളയണം കേട്ടോ നന്നായിട്ട്. കൈ വെച്ചിട്ട് മാത്രമേ പാൻറ്റീസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ സോപ്പ് മൈൽഡായിട്ടുള്ള സോപ്പ് വെച്ചിട്ട് ഉരച്ചിട്ട് കഴുകണം. ഒരിക്കലും മെഷീൻ വാഷിന് നിങ്ങളുടെ പാൻറ്റീസ് കൊടുക്കാൻ പാടില്ല. എല്ലാവരുടെ ഡ്രസ്സിലോട്ടേക്കും സ്പ്രെഡ് ആവും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം അവിടെ നിന്നുള്ള എന്തെങ്കിലും സാധനം, കാരണം നമ്മുടെ ഇന്റിമേറ്റ് ഭാഗമാണ്, മനസ്സിലായോ? അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ കൈ വെച്ചിട്ട് കുളിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യാം. നിങ്ങളെ കുട്ടികളെയും പഠിപ്പിക്കണം. ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് മുതൽ പഠിപ്പിച്ചോളാം. അവർക്ക് പറ്റുന്ന പോലെ വാഷ് ചെയ്തിട്ട് അവിടെ ഇട്ടോട്ടെ. പിന്നെ നമുക്ക് ചെയ്യാലോ. അത് പഠിപ്പിക്കണം നിങ്ങൾ. മനസ്സിലായോ? ചെറിയ കൊച്ചുങ്ങളെ കൊണ്ടാണ് പഠിപ്പിക്കുക. അത് അപ്പൊ തന്നെ വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കുക. മനസ്സിലായോ? ഒരിക്കലും മിക്സ് ആയിട്ട് വാഷ് ചെയ്യാൻ പാടില്ല. ഇയാളുടേതും മറ്റുള്ള ആളതും മറ്റത് അങ്ങനെ വേണ്ട. നമ്മൾ വാഷ് ചെയ്തിട്ട് അത് അവിടെ മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മെഷീനിൽ ഇങ്ങനെ മണിക്കൂറുകളോളം എല്ലാം കൂടെ ഒരുമിച്ച് തിരിഞ്ഞ് വേണ്ടത്. മനസ്സിലായോ? അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോ എനിക്ക് ഉറപ്പാണ് എന്റെ ക്ലാസ് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഉള്ള ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത് ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് തന്നെ യൂസ് ചെയ്യാം. അത് ബ്രാ ആയാലും ഇന്നർ വെയർ ആയാലും എല്ലാം. പിന്നെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സൈസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത്. ഫ്രണ്ടിലായാലും അപ്സൈഡ് ആയാലും ഡൗൺ ആയാലും അത് കറക്റ്റ് ആയിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കുക. ലൂസ് ആകുമ്പോൾ അതിനണക്കായ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ മുകളിൽ സ്പോർട്സ് ബ്രാ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ഷേപ്പ് ഔട്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. എഗ്രി ചെയ്യുന്നില്ല എല്ലാരും? ഓക്കെ, നമ്മുടെ സമയമായോ? അപ്പം അതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മൂവ്മെന്റ്സ് ആയിരുന്നു ഇന്ന് പറയാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു മൂവ്മെന്റ്സിന്റെ പറയുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരമണിക്കൂർ നിങ്ങൾ ആ വേർപ്പൊക്കെ ഉണങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ട് അത് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് സമയം. വേർപ്പല്ല മുഴുവനായിട്ട്. എന്നിട്ട് അത് പിന്നെയും പിറ്റേ ദിവസം അത് ഇട്ടിട്ട് പോകാൻ പാടില്ല കേട്ടോ. അത് വാഷ് ചെയ്തിട്ട് വേറെ ഇട്ടിടുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബ്രീത്തബിൾ ഡ്രസ്സുകൾ, ബനിയനായിരിക്കും. ഇപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ എന്തുകൊണ്ടാണ് സ്പോർട്സ് വെയർ എന്നെ യൂസ് ചെയ്യണം വർക്ക്ഔട്ടിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ബ്രീത്തബിൾ മെറ്റീരിയൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശരിക്ക് എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും.
ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ് നമ്മുടെ ബോഡിക്ക്. പക്ഷെ നമ്മൾ സിന്തറ്റിക്കിന്റെ ഒക്കെ ഡ്രസ്സൊക്കെ ആണ് ഇടുന്നുണ്ടെങ്കിൽ ഡിസ്കംഫർട്ട് ആണുള്ളത്. വേർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വെയിറ്റ് ലോസ് അല്ല കേട്ടോ. മനസ്സിലായോ? വേർപ്പല്ല, ബ്രീത്ത് ആണ് നമ്മുടെ ശരീരത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് പ്രോപ്പറായ രീതിയിൽ കറക്റ്റ് ആവണം. വെന്റിലേഷൻ നടക്കണം നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് മെഡിറ്റേഷൻ ഫസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് നിങ്ങളെ കൊണ്ട്. നമ്മുടെ ഇവിടുന്ന് ആ ഒരു സൈലൻസും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലേ? അപ്പം ഇനി അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. മെഡിറ്റേഷൻ ഏത് മെഡിറ്റേഷൻ ഫോളോ ചെയ്താലും അത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഈ കുളിക്കുന്നത് നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഫുഡും എക്സസൈസും ഒക്കെ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം വേറെ എന്താണ്, എന്തെങ്കിലും അറിയാനുണ്ടെ ചോദിക്കട്ടോ. കാരണം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ചോദിക്കാം. ക്ലിയർ അല്ലേ? ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഫാസില ആരെ എന്റെ കൂടെ ജോയിൻ ചെയ്ത ആളാണോ? മാം റമദാൻ ചലഞ്ച്. ഷക്കീബിന്റെ വൈഫ് അല്ലേ? ഒരു മിനിറ്റ്, ഓക്കെ, ഒരു മിനിറ്റ്, മോള് കരയുന്നുണ്ട്. മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോ. എന്റെ ഡൗട്ട് ഉണ്ടെ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ മാം ക്ലിയർ ആണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും കയറണമെന്ന്, പക്ഷെ മക്കളും വെക്കേഷനും ചെറിയ മോനെല്ലാം ഉള്ളോണ്ട് ഇത് busy തന്നെ നമ്മള് മുന്നേ പറയല്ലോ ടൈം. ആ സമയം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും സ്കൂട്ട് ആവണം കേട്ടോ. എന്നിട്ട് ഈ സമയം നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഓക്കെ, അരമണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. മണിക്കൂർ മാമിന്റെ ക്ലാസ് എല്ലാം ഇഷ്ടാവുന്നുണ്ട്. യൂട്യൂബിൽ കാണും. യൂട്യൂബിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ രേഖപ്പെടുത്തും കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. നമുക്ക് നമ്മളെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കമെൻഡേഷൻ ആയിട്ട് പോകുന്ന പറയുന്നത്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ കടന്നിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി അല്ലേ? അപ്പൊ വേറൊരു കാര്യം, ഞാൻ ഈ റെക്കോർഡ് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.